നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലുള്ള പല രാജാക്കന്മാരും മനുഷ്യരുടെയും രാഷ്ട്രങ്ങളുടെയും മേൽ സമ്പൂർണമായ ആധിപത്യം നേടിയവരാണ്. എന്നാൽ അവരുടെ അത്രയും വലിയ വിജയങ്ങളെല്ലാം വളരെ കുറഞ്ഞ ഒരു കാലത്തേക്ക് മാത്രമേ നിലനിന്നുള്ളൂ. എന്തായിരിക്കും കാരണം? അവർ നേടിയതൊന്നും വിജയങ്ങളായിരുന്നില്ലെന്ന് അവരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അവസാന കാലഘട്ടങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ളത് അവനവനെ അറിയാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ അറിഞ്ഞ് ജയിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിജയം എന്നാണ്. ഈ ലോകം മുഴുവൻ നിലനിൽപ്പിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അതിൽ നമ്മൾ ഓരോരുത്തരുടെയും സ്ഥിതി സമുദ്രത്തിൽ നീന്തുന്ന ഉറുമ്പിൻ്റേതിന് സമാനമാണ്. അതിനാൽ തന്നെ നമ്മുടെ ശക്തിയെ കുറച്ചു കാണരുത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ അറിയുക എന്നതാണ്. ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, നമ്മളുടെ ഓരോ ചിന്തകളും എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മളെ പ്രകോപിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളെ എങ്ങനെ മാറ്റിയാൽ നമുക്ക് ഈ ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ പറ്റും, അങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വയം ബോധവാന്മാരാകുക. ഈ ബോധം സാഹചര്യങ്ങളെ നേരിടുമ്പോൾ നമ്മളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. അങ്ങനെ സ്വയം ജയിച്ച് സ്വയം തിരുത്തി മുന്നോട്ട് പോവാൻ കഴിയുന്നവന് മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുകയുള്ളൂ.